നമസ്കാരം. ഇന്ന് സാർവത്രികമായി എവിടെയും ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വഖഫ് ബോർഡിൽ രണ്ടോ മൂന്നോ നോൺ മുസ്ലിമുകളെ നിയമിക്കാമെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിലും അതുപോലെ നോൺ ഹിന്ദുസിനെ ഉൾപ്പെടുത്തിക്കൂടാ? BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മുസ്ലിം മത സംഘടനകളും പാർലമെൻറ്റ് മുതൽ ഇങ്ങ് ചാനൽ ചർച്ച വരെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. അതിന് സാധാരണ ആൾക്കാർ കൊടുക്കുന്ന മറുപടി, വഖഫ് ബോർഡിന് ആരുടെ വസ്തു വേണമെങ്കിലും യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ട് വഖഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിന് അത്തരത്തിലുള്ള അധികാരം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അത് നിയമപരമായി ശരിയായ ഒരു ഉത്തരം അല്ല. എൻ്റെ ഒരു ചോദ്യം, ഇനി അഥവാ രണ്ടോ മൂന്നോ നോൺ മുസ്ലിമുകളെ 11 അംഗ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ എന്താണ് പ്രയോജനം? കാരണം അവിടെ തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയമനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല, വ്യക്തിപരമായി കരുതുന്നില്ല. ഞാനും ചാനൽ ചർച്ചകളിൽ പലപ്പോഴും ഈ ചോദ്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിശദമായ നിയമപരമായ ഒരു മറുപടി അതിന് നൽകാനുള്ള അവസരം ഈ അവതാരകർ തന്നിട്ടില്ല, അതിനുള്ള സമയം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഈ ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. പലപ്പോഴും ഇപ്പോഴും ആൾക്കാർ അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അതിന് വിശദമായ നിയമപരമായ ഒരു മറുപടി നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദേവസ്വം ബോർഡും വഖഫ് ബോർഡും നിയമത്തിൻ്റെ കണ്ണിൽ ബോഡി കോർപ്പറേറ്റുകളാണ്. എന്താണ് ഒരു ബോഡി കോർപ്പറേറ്റ്? നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ബോഡി കോർപ്പറേറ്റ്. അതിന് അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ തന്നെ കാണും. അപ്പോൾ പല ആൾക്കാർ ചേർന്നായിരിക്കും ഒരു ബോഡി കോർപ്പറേറ്റിനെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ബോഡി കോർപ്പറേറ്റിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ തന്നെ അത് ആരാണോ ഉണ്ടാക്കിയത് അവരുടെ അവകാശങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, 2 ആൾക്കാർക്ക് ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ട് എന്ന് കരുതുക. കമ്പനിയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും ഉടമസ്ഥൻ ആ കമ്പനി തന്നെ ആയിരിക്കും, അല്ലാതെ അതിൽ ഷെയർ ഉള്ള ആൾക്കാരുടേത് ആയിരിക്കില്ല. ദേവസ്വം ബോർഡും വഖഫ് ബോർഡും ബോഡി കോർപ്പറേറ്റുകൾ ആണെങ്കിലും അവയുടെ സ്വഭാവം, ലക്ഷ്യം, ഘടന, അധികാരങ്ങൾ എന്നിവയിൽ കാതലായ വ്യത്യാസങ്ങൾ ഉണ്ട്. ആ വ്യത്യാസങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ദേവസ്വം ബോർഡും വഖഫ് ബോർഡും നിലവിൽ വന്നത് 2 വ്യത്യസ്ത ആക്റ്റുകളുടെ വെളിച്ചത്തിലാണ്. 1954 വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് വഖഫ് ബോർഡുകൾ നിലവിൽ വന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ആക്റ്റായിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡാകട്ടെ 1950 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്റ്റും രണ്ടാമത്തേത് സംസ്ഥാനത്തിൻ്റെ ആക്റ്റും എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇവ രണ്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ദേവസ്വം ബോഡി ഈസ് ആൻ ഓട്ടോണമസ് ബോഡി. അതിന് സ്വയംഭരണ അവകാശമുള്ള അധികാരമുള്ള ഒരു ബോഡിയാണ് ദേവസ്വം ബോർഡ്. അതെന്താണ് ചെയ്യുന്നത്? അതിന് കീഴിൽ വരുന്ന ദേവസ്വങ്ങളെയും, ദേവസ്വം എന്ന് പറയുന്നത് ദേവൻ്റെ വക സ്വത്ത് എന്നാണ്, ദേവസ്വങ്ങളെയും ക്ഷേത്രങ്ങളെയും അത് ഭരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു, മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. അതായത് ദേവസ്വങ്ങളെയും ക്ഷേത്രങ്ങളെയും സംബന്ധിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ദേവസ്വം ബോർഡാണ്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് കൈകടത്താനുള്ള യാതൊരു അധികാരവും ഇല്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ ശബരിമലയെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരമാണ് അത് നടത്തിയതെങ്കിലും പിണറായി വിജയൻ പറഞ്ഞത് അത് ദേവസ്വം ബോർഡാണ് നടത്തിയത് എന്നാണ്, അല്ലാതെ സംസ്ഥാന സർക്കാർ ആണെന്നല്ല. അടുത്ത ഏറ്റവും വലിയ വ്യത്യാസമെന്ന് പറയുന്നത്, ദേവസ്വം ബോർഡ് ഈസ് എ സോഷ്യോ റിലീജിയസ് ബോഡി എന്നുള്ളതാണ്. അതായത് സോഷ്യലായിട്ടുള്ള മാത്രമല്ല, മറിച്ച് മതപരമായ കാര്യങ്ങളും ഈ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വഖഫ് ബോർഡ് അത്തരത്തിൽ മതപരമായ യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതിലേക്ക് ഞാൻ പിന്നാലെ വരാം. ഇനി നാം വഖഫ് ബോർഡിലേക്ക് വരികയാണെങ്കിൽ, വഖഫ് ബോർഡ് ഒരു വഖഫിനെയും ഭരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നില്ല. പിന്നെ ആരാണ് അത് ചെയ്യുന്നത്? അയാളുടെ പേരാണ് മുത്തവല്ലി. ആരാണ് ഒരു മുത്തവല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു വ്യക്തി ഒരു വഖഫ് ഉണ്ടാക്കുമ്പോൾ അയാളുടെ പേരാണ് വാക്കിഫ്. അയാൾ ഈ വഖഫിൻ്റെ ഭരണം നടത്താനായി ഒരു മാനേജരെ നിയമിക്കും. അയാളുടെ പേരാണ് മുത്തവല്ലി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ മുത്തവല്ലിക്ക് ഇതിൻ്റെ ആദായത്തിൽ നിന്നും ശമ്പളവും കൈപ്പറ്റാം. അപ്പോൾ ഈ മുത്തവല്ലിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വാക്കിഫ് എന്താണോ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ ഈ വഖഫിൻ്റെ പ്രവർത്തനത്തെ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഈ മുത്തവല്ലിയുടെ ഡ്യൂട്ടി. അപ്പോൾ പിന്നെ എന്താണ് ഒരു വഖഫ് ബോർഡിൻ്റെ ഡ്യൂട്ടി? നാം കണ്ടു, വിവിധങ്ങളായ വഖഫുകൾ കാണും. അതിൻ്റെ പ്രവർത്തന രീതിയും അതിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ വിഭിന്നമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഓരോ വഖഫുകളും ഉണ്ടാക്കിയ വാക്കിഫ് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ വഖഫിൻ്റെ ഭരണം നടക്കുന്നത് എന്നുള്ള സൂപ്പർവിഷൻ നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വഖഫ് ബോർഡിൻ്റെ ഡ്യൂട്ടി. അല്ലാതെ അതിൻ്റെ ഭരണകാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവും ഈ വഖഫ് ബോർഡിന് ഇല്ല. നാം വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 96 നോക്കുകയാണെങ്കിൽ അതിലൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് ഈ വാക്കിഫ് പറഞ്ഞിട്ടുള്ളതിന് വിരുദ്ധമായിട്ട് ഒരു ഡയറക്ഷൻ മുത്തവല്ലിക്ക് സംസ്ഥാന സർക്കാരിനോ വഖഫ് ബോർഡിനോ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് വാക്കിഫ് എന്തു പറഞ്ഞോ അത് അച്ചിട്ട് നടത്തിയിരിക്കണം. മുത്തവല്ലി അത് നടത്തിയിരിക്കണം. അത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയാണ് ഈ വഖഫ് ബോർഡിന് ഉള്ളത്. എല്ലാ വഖഫുകൾക്കും 2 തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് മതപരമായ റിലീജിയസ് ആയിട്ടുള്ള ഫങ്ഷൻസ്, 2 മതേതരമായ ഫങ്ഷൻസ്. അതിനിടയിലാണ് സോഷ്യൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ, പിന്നെ മറ്റുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇതൊക്കെ വരുന്നത് ഈ സെക്യുലർ ഫങ്ഷൻസിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ മുത്തവല്ലിക്ക് ഈ സെക്യുലർ ഫങ്ഷൻസ് മാത്രമേ നടത്താൻ ഉള്ള അധികാരം, അവകാശം ഉള്ളൂ. റിലീജിയസ് ആയിട്ടുള്ള ഫങ്ഷൻസ് നടത്തേണ്ടത് അതിന് ക്വാളിഫിക്കേഷനുള്ള ഈ മതപണ്ഡിതന്മാരും മറ്റും ആയിരിക്കണം. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസറി അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ബോഡി മാത്രമാണ്. വഖഫ് ബോർഡിന് മതവുമായിട്ടോ വഖഫുമായിട്ടോ ഡയറക്റ്റായിട്ട് യാതൊരു രീതിക്കും ഉള്ള ബന്ധവും ഇല്ല. അവർ സൂപ്പർവൈസ് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മുടെ പോലീസ് ചെയ്യുന്നത് പോലെ ഈ മുത്തവല്ലി ശരിയായ രീതിക്കാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കുക മാത്രമാണ് ഈ വഖഫ് ബോർഡിൻ്റെ കർത്തവ്യം. അല്ലാതെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെയും ദേവസ്വങ്ങളുടെയും കാര്യത്തിൽ ചെയ്യുന്നത് പോലെ നേരിട്ടുള്ള ഒരു ഭരണമോ കൈകാര്യം ചെയ്യലോ ഈ വഖഫ് ബോർഡ് വഖഫുകളുടെ കാര്യത്തിൽ ചെയ്യുന്നില്ല. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഒരു ട്രസ്റ്റാണ്. ഒരു ട്രസ്റ്റിൽ പ്രധാനമായും 4 ഘടകങ്ങൾ കാണും. അതായത് ഈ ട്രസ്റ്റ് ഉണ്ടാക്കുന്നയാൾ, അയാളാണ് സെറ്റ്ലർ. പിന്നെ ചുമ്മാ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ ഒരു ഫണ്ട് വേണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ മറ്റോ ഉണ്ടായിരിക്കണം. അപ്പോൾ ആരെയാണോ ഈ സെറ്റ്ലർ ഈ ഫണ്ട് ഏൽപ്പിക്കുന്നത് അയാളാണ് ട്രസ്റ്റി. അയാളായിരിക്കും ഇതിൻ്റെ ഭരണം നടത്തുക. അപ്പോൾ ഈ ട്രസ്റ്റ് കൊണ്ട് പല ആൾക്കാർക്കും ഉപയോഗം ലഭിക്കും. അവരായിരിക്കും ഈ ട്രസ്റ്റിൻ്റെ ഗുണഭോക്താക്കൾ. എന്നാൽ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് അല്ല. അതിൻ്റെ കയ്യിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പസും ഒരു ഫണ്ടും ഇല്ല. ചരിത്രത്തിൽ ഒരിക്കലും ആരെങ്കിലും ഒരു വഖഫ് ഉണ്ടാക്കിയതിന് ശേഷം ഈ വഖഫ് ബോർഡിനെ മുത്തവല്ലിയായി നിയമിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്തു കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡ് വഖഫുകളെ ഭരിക്കുന്നേയില്ല, കൈകാര്യം ചെയ്യുന്നതേ ഇല്ല. ഒരു വഖഫിനെ സംബന്ധിക്കുന്ന സ്വത്തുവകകളൊക്കെ തന്നെ ഈ മുത്തവല്ലിയുടെ കയ്യിലായിരിക്കും. അയാളാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ വഖഫ് ബോർഡ് ഒരു ട്രസ്റ്റ് അല്ലെങ്കിലും എല്ലാ വഖഫുകളും ഒരു ട്രസ്റ്റാണ്. അതായത് ഈ വാക്കിഫ് കുറച്ച് സ്വത്തുക്കൾ ഈ മുത്തവല്ലിയെ ഏൽപ്പിക്കുന്നു. അതിന് പയസ്, റിലീജിയസ്, ചാരിറ്റബിൾ എന്നീ പർപ്പസസിന് വേണ്ടി ആണ് അങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് ഈ ട്രസ്റ്റിയായ മുത്തവല്ലിയാണ്. അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഗുണം ഉണ്ടാകും. അത് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഈ വാക്കിഫായിരിക്കും. അങ്ങനെ ഈ ഒരു ട്രസ്റ്റിന് വേണ്ട എല്ലാ ഘടനയും എല്ലാ കോമ്പണൻസും ഉള്ള ഒരു സംഗതിയാണ് ഒരു വഖഫ്. എന്നാൽ വഖഫ് ബോർഡ് ഒരു ട്രസ്റ്റിയെ അല്ല. അവർക്ക് ഡയറക്റ്റായിട്ട് ഒരു വഖഫിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു അധികാരമോ അവകാശമോ ഇല്ല. കൂടാതെ എല്ലാ വഖഫുകളും ഒരുപോലെയല്ല. ഓരോ വഖഫിൻ്റെയും ലക്ഷ്യങ്ങൾ വിഭിന്നം ആയിരിക്കും. ചിലത് പയസായിരിക്കും, ചിലത് റിലീജിയസ് ആയിരിക്കും, ചിലത് ചാരിറ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ വഖഫുകളും ഒരുപോലെയാണ് എന്ന് ആരും വിചാരിക്കരുത്. വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 3A പ്രകാരം ആർക്ക് വേണമെങ്കിലും ഒരു വഖഫിൻ്റെ ബെനിഫിഷ്യറി ആകാൻ കഴിയും. സപ്പോസ് ഒരാൾ ഒരു മുസ്ലിം ഒരു വഖഫ് ഉണ്ടാക്കുന്നു. അയാൾ മുത്തവല്ലിയോട് പറയുന്നു, ഇതിൻ്റെ ഗുണം
നോൺ മുസ്ലിമിന് കൂടി കൊടുക്കൂ. ഒരു പക്ഷേ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോൺ മുസ്ലിമുകളും ഈ വഖഫിൻ്റെ ഗുണഭോക്താക്കളായി മാറും. അടുത്തതായിട്ട് ഈ വഖഫ് ബോർഡും നോൺ മുസ്ലിമുകളും തമ്മിൽ പല തർക്കങ്ങളും ഉടലെടുക്കാം. അതാണ് ഇപ്പോൾ നാം മുനമ്പത്ത് കാണുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നോൺ മുസ്ലിമുകൾക്കും ഈ വഖഫുകളിൽ ഇൻട്രസ്റ്റ് വരാം. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പായിട്ട് നോൺ മുസ്ലിമിന് വേണമെങ്കിലും വഖഫ് ഉണ്ടാക്കാമായിരുന്നു എന്നാണ് ആ ആക്റ്റിൽ എഴുതി വച്ചിരുന്നത്. അപ്പോൾ ഒന്ന് സങ്കല്പിക്കുക, ഏതെങ്കിലും ഒരു ഹിന്ദു ഒരു വഖഫ് ഉണ്ടാക്കി, ആ ആക്റ്റിൽ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള വഖഫുകളെയും ഈ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നത് നിയമപരമായി ഒരു തെറ്റും അല്ല. അതിലൊരു കോടതിക്കും ഇടപെടാനും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതി മാത്രമാണ്. ഓരോ വഖഫും അതിൻ്റെ വാഖിഫ് പറഞ്ഞ പ്രകാരം തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, ഭരിക്കപ്പെടുന്നു, അത് അതിൻ്റേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ ഓരോ വഖഫിൽ നിന്നും ഉള്ള വരുമാനം ഈ വാഖിഫ് പറഞ്ഞ രീതിക്ക് തന്നെയാണ് ചിലവാക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ വഖഫ് ബോർഡിൻ്റെ ഡ്യൂട്ടി. മറിച്ച് ദേവസ്വം ബോർഡിലേക്ക് വരികയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഇറ്റ്സെൽഫ് ഈസ് ദ ട്രസ്റ്റി. എല്ലാ ദേവസ്വങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും വരുന്നത് ഈ ദേവസ്വം ബോർഡിൻ്റെ അടിയിലാണ്. അവയെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഒക്കെ തന്നെ ദേവസ്വം ബോർഡാണ്. ഇതാണ് വഖഫ് ബോർഡും ദേവസ്വം ബോർഡും തമ്മിലുള്ള വ്യത്യാസം. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മതപരമായ സ്ഥാപനമല്ല, മറിച്ച് ഒരു മതേതര സർക്കാരിൻ്റെ ഭാഗമാണ്. നേരത്തെ സർക്കാർ ചെയ്തിരുന്ന കാര്യമാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ചെയ്യുന്നത്. 1913 മുതൽ 1954 വരെ അന്നാണ് ഈ വഖഫ് ബോർഡുകൾ, വഖഫ് ആക്ട് തന്നെ നിലവിൽ വന്നത്. അന്നും ഈ വഖഫുകളെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അന്ന് വഖഫ് ബോർഡ് ഉണ്ടായിരുന്നില്ല. അന്ന് ചെയ്തിരുന്നത് ഒരു വഖഫ് ഏത് കോടതിയുടെ ജുറിസ്ഡിക്ഷനിലാണോ വരുന്നത് ആ കോടതിയിൽ ചെന്നിട്ട് ഈ വഖഫിനെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ അന്നത്തെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിരുന്ന ഒരു ഡ്യൂട്ടി മാത്രമാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ചെയ്യുന്നത്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഓർഗൻ മാത്രമാണ്, ഒരു ഇൻസ്ട്രുമെൻറ്റാലിറ്റി മാത്രമാണ്. അതായത് ഈ വഖഫുകളുടെ പ്രവർത്തനങ്ങൾ നേരെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. നമുക്കറിയാം, കുറച്ച് നാൾക്ക് മുൻപ് ഈ പിണറായി വിജയൻ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് PSC? കാരണം ഇതൊരു സർക്കാർ സ്ഥാപനമാണ്, അതുകൊണ്ടാണ് PSCക്ക് വിടാൻ തീരുമാനിച്ചത്. എന്നാൽ മുസ്ലിം സംഘടനകളും മറ്റും അതിനെ എതിർത്തു. അതുകൊണ്ട് പിണറായി വിജയൻ അതിൽ നിന്നും പിന്മാറി. ഇപ്പോഴും നാം ഓർമ്മിക്കേണ്ടത്, ഈ വഖഫ് ബോർഡിൽ വരുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ് മിക്കവാറും അവിടെയുള്ള എല്ലാ പേരും തന്നെ. എന്നാൽ ദേവസ്വം ബോർഡിലേക്ക് വരൂ, അവിടെ ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനം നടത്തുന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്, അല്ലാതെ PSC അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ വേണമെങ്കിലും ഈ വഖഫ് ബോർഡിലേക്കുള്ള നിയമനങ്ങൾ എല്ലാം തന്നെ PSCക്ക് നിയമപരമായി വിടാൻ സർക്കാരിന് സാധിക്കും. പക്ഷേ ഒരിക്കലും ഈ മുസ്ലിം സംഘടനകളുടെ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരിക്കലും തന്നെ അതിന് തയ്യാറാവുകയും ഇല്ല. ദേവസ്വം ബോർഡും വഖഫ് ബോർഡും പ്രവർത്തിക്കുന്നത് അതാത് ആക്റ്റുകളുടെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് ദേശീയ സർക്കാരും സെൻട്രൽ ഗവൺമെൻറ്റും, ഈ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത് ടു സം എക്സ്റ്റെൻറ്റ് സംസ്ഥാന സർക്കാരാണ്. അതായത് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ്. അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും നിയന്ത്രണത്തിൽ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതായത് 1993 മാർച്ച് മാസം 17-ാം തീയതിയാണ് ഈ ഉത്തരവ് വന്നത്. അതിലെ വാദി എന്ന് പറയുന്നത് അന്നത്തെ കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എതിരെ കൊടുത്ത ഒരു കേസിലാണ് ഈ വിധി വന്നത്. ഇപ്പോഴത്തെ ഈ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ അത് നമുക്കറിയാം, ആ ബില്ല് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഈ ജഡ്ജ്മെൻറ്റ് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ ഇതിലെന്താണ് ഈ വഖഫ് ബോർഡിനെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. The Waqf Board is not a conglomeration of individuals. It is not even akin to a company where a number of individuals join together to constitute it. It is a statutory body, pure and simple. It is not a representative body of the Muslim community.
It has no soul and no faith except the faith of dutiful performance of its functions and duties under the Act. അവിടെ കോടതി പറയുന്നത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികളുടെ ഒരു കൂട്ടായ്മ അല്ല, കുറച്ച് വ്യക്തികൾ ചേർന്നാണ് ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. എന്നാൽ നിയമപരമായി ഒരു കമ്പനിക്ക് സമാനം പോലുമല്ല വഖഫ് ബോർഡ് എന്നാണ് ഈ കോടതി പറയുന്നത്. കോടതി പച്ചയ്ക്ക് പറയുന്നു, സിമ്പിളായിട്ട് പറയുന്നു, പ്യുവർ ആൻഡ് സിമ്പിളായിട്ട് പറയുന്നു, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ്. അത് മുസ്ലിമുകളെ നിയമിക്കാനുള്ള ഒരു ഫോറം അല്ല എന്നാണ് കോടതി പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് വഖഫ് ബോർഡിന് ആത്മാവും ഇല്ല, വിശ്വാസവും ഇല്ല. അതിൻ്റെ ഏക വിശ്വാസം എന്ന് പറയുന്നത് വഖഫ് ആക്ട് പ്രകാരം അതിൽ എന്തെല്ലാം ഡ്യൂട്ടീസാണോ അതിന് കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഒരു വഖഫ് ബോർഡിൻ്റെ വിശ്വാസം എന്നാണ് കോടതി പറയുന്നത്. അല്ലാതെ വഖഫ് ബോർഡിന് മുസ്ലിം മതവുമായിട്ട് ഡയറക്റ്റായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് നിയമപരമായി ഇല്ല എന്നുള്ള വസ്തുത നാം എല്ലാവരും തന്നെ മനസ്സിലാക്കണം. വഖഫ് ബോർഡിൽ നോൺ മുസ്ലിമുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരക്കെ ഉയരുന്ന ആക്ഷേപം ഇത് ആർട്ടിക്കിൾ 14 പറയുന്ന തുല്യതയ്ക്ക് എതിരാണ്. ആർട്ടിക്കിൾ 25 പറയുന്ന ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം അതിനെതിരാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 26 പറയുന്ന ഈ റിലീജിയസ് ഡിനോമിനേഷനുള്ള അവകാശങ്ങൾ അതിന് എതിരാണ് എന്നും ആണ്. നാം ഇവിടെ ഓർക്കേണ്ടത്, നാം ഇപ്പോൾ കണ്ടു ഈ വഖഫ് ബോർഡിന് മതവുമായിട്ട് യാതൊരു ബന്ധവും നിയമപരമായി ഇല്ല. അതുകൊണ്ട് തന്നെ അത് ആർട്ടിക്കിൾ 14 എതിരല്ല. വീണ്ടും നാം കാണുന്നു വഖഫ് ബോർഡിന് ഒരു സോളോ അല്ലെങ്കിൽ ബിലീഫോ ഇല്ല, ആത്മാവോ വിശ്വാസമോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ആർട്ടിക്കിൾ 25 എതിരല്ല. പിന്നെ വരുന്നത് റിലീജിയസ് ഡിനോമിനേഷനുള്ള ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള അവകാശങ്ങൾ. അതിനെക്കുറിച്ചിട്ട് ഈ ജഡ്ജ്മെൻറ്റിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നോട്ട് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ എ സെക്ട് ഓർ ബോഡി വിത്ത് എ കോമൺ ഫെയ്ത്ത് വിച്ച് എലോൺ വിൽ മേക്ക് ഇറ്റ് എ ഡിനോമിനേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 26. It is not a denomination. It has no rights under Article 26. കോടതി അന്തിമമായി പറയുന്നത് ഇത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികളുടെ ഒരു കൂട്ടായ്മ അല്ല, അതൊരു മതവിഭാഗം അല്ല, അതുപോലെ തന്നെ അതിന് യാതൊരു വിധത്തിലും ഉള്ള വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡിന് ആർട്ടിക്കിൾ 26 അടിയിൽ പറയുന്ന അവകാശങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ല എന്നാണ് കോടതി അവസാനമായി പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിലുള്ള നിയമപരമായ അടിസ്ഥാന വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ദേവസ്വം ബോർഡ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. കൂടാതെ ആർട്ടിക്കിൾ 26 അടിയിലുള്ള യാതൊരു അവകാശങ്ങൾക്കും അവർക്ക് അർഹതയും ഇല്ല. ഇതിൻ്റെ വെളിച്ചത്തിലാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ ഏകദേശം 50ഓളം ഹർജികൾ, കപിൽ സിബൽ തുടങ്ങിയ മഹാരഥന്മാരാണ് അവിടെ ഹാജരായത്. 50ഓളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടു. അതിൽ അവർ ആദ്യമായിട്ട് ഉയർത്തിയ വിഷയം വഖഫ് ബോർഡിൽ നോൺ മുസ്ലിമുകളെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. എന്നാൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങളുടെ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിൽ ഇടപെടാതിരുന്നത്. എന്നിട്ടും പറഞ്ഞു അതിൽ മെജോറിറ്റി ആയിട്ട് ഒരിക്കലും നോൺ മുസ്ലിമുകൾ വരാൻ പാടില്ല, മാക്സിമം 3 കുറഞ്ഞത് 2 അംഗങ്ങളെ മാത്രമേ ഈ ദേവസ്വം ബോർഡിൽ വഖഫ് ബോർഡിൽ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ കുറേ പേർ കിടന്ന് വിളിക്കുന്നുണ്ട്, ഇപ്പോൾ ഏതോ ഒരു കേസ് പെൻഡിങ് ആണെന്ന് പോലും, അതിൻ്റെ അന്തിമ വിധി വന്നതിന് ശേഷം മാത്രം ഇത് നടപ്പിലാക്കിയാൽ മതി എന്നൊക്കെയാണ് വിളിച്ചു പോകുന്നത്. അതിലൂടെയും ഈ സാമാന്യ ജനങ്ങളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വിധി പറഞ്ഞത് ഒരു 2 അംഗ ബെഞ്ചാണ്. അതായത് വഖഫ് ബോർഡിൽ നോൺ മുസ്ലിമുകളെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം അല്ല. അപ്പോൾ ഈ പെൻഡിങ്ങിൽ ആണ് എന്ന് പറയുന്ന കേസുകളും ഇപ്പോൾ അതേ ബെഞ്ചിൻ്റെ 2 അംഗ ബെഞ്ചിൻ്റെ മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഒരിക്കലും ഈ 2 അംഗ ബെഞ്ച് അതിൻ്റെ തന്നെ നേരത്തെയുള്ള തീരുമാനത്തിന് എതിരായ ഒരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് ഈ നോൺ മുസ്ലിമുകളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നത് അന്തിമമായി കഴിഞ്ഞു. അതിനുള്ള കാരണങ്ങളാണ് നിയമപരമായി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി ആരും തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തില്ല എന്ന് ഞാൻ വിനീതമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.